അപ്പോൾ ഹായ് ഗൈസ്, ഞാൻ ഒരുപാട് നാളായി ഇപ്പോൾ വീഡിയോസൊക്കെ ചാനലിൽ ഇട്ടിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആരും എന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ താലപ്പൊലിയാണ് നമ്മുടെ വീഡിയോ. താലപ്പൊലിയുടെ 2ാമത്തെ ദിവസം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പരിപാടിനെ നിങ്ങളുടെ അവിടെ എന്താ പറയുക? ഞങ്ങൾ ഈ കൊടുങ്ങല്ലൂരാർക്ക് ഇത് അച്ചുമൈലാഞ്ചി. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ഒരു മരക്കല്ല് ഡിസൈൻ കുറിയിട്ട് അവരുടെ കയ്യിലൊരു സാധനം ഉണ്ടാവും, ഒരു പെട്ടിയിൽ. അതെന്തോ കെമിക്കലാണ്, അത് വെച്ച് പ്രിൻ്റ് ചെയ്യണ പരിപാടിയാണിത്. പണ്ട് ചെറുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും വലുതാവാനായിരിക്കും മോഹം. വലുതാവുമ്പോഴോ വീണ്ടും ചെറുതാവാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിൽ ഈ താലപ്പൊലി ആവാൻ വേണ്ടി കാത്തിരിക്കും. എന്തിന്? ഈ അച്ചുമൈലാഞ്ചി അടിക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്ന് ആരുടെ കയ്യിലാണ് ഭംഗിയെന്ന് ഒത്തുനോക്കും. അതൊക്കെ ഒരു കാലം. ഇതിപ്പോൾ കുറേ കൊല്ലത്തിന് ശേഷം ഞാൻ ഈ നൊസ്റ്റാൾജിയൊക്കെ ഓർമ്മ വന്നപ്പോൾ ഒന്ന് അടിക്കാനൊരു മോഹം തോന്നി ചെയ്തതാണ്. സംഭവം എന്തായാലും കളറായില്ലേ? സെക്കൻഡ്സ് കൊണ്ട് പരിപാടി കഴിഞ്ഞ്. ഇത് മറ്റേ മൈലാഞ്ചി ആണെങ്കിൽ എത്ര മണിക്കൂർ എടുക്കണം? ഇതിപ്പോൾ എളുപ്പമായില്ലേ? ശരിക്കും ഇത് ചുമ്മാ മോഹം തീർക്കാനും കുട്ടികളെ പറ്റിക്കാനും കൊള്ളാമെന്നുള്ളൂ. ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഓൺലി 3 days, അത് കഴിഞ്ഞാൽ മാഞ്ഞു പോകും. അപ്പം എന്തായാലും സംഭവം ഡിസൈൻ അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇത് നിങ്ങളുടെ അവിടെ ഈ സംഭവത്തിന് എന്താ പറയാന്ന് പേര് നിങ്ങൾ കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. ഇന്ന് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പാട്ടാ താലപ്പൊലി കാണാൻ പോയത്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്ന ഡേറ്റ് ആയിരുന്നത്. ഇത് ഞാൻ പറയിപ്പിക്കുന്ന ഹായ് ആട്ടാ. ഭയങ്കര നാച്ചുറലായിട്ടില്ലേ? പിന്നെ ഇപ്രാവശ്യം കുറേ പുതിയ റൈഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു റൈഡാണിത്. ഇത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കാണാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, അതിലേക്ക് കയറാൻ പറ്റിയില്ല. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനും പറ്റിയില്ല, ബിക്കോസ് ആ റൈഡ് അധികം ഓണായിരുന്നില്ല. ഇപ്പോൾ താലപ്പൊലി = നൈറ്റ് ലൈഫ്. കാരണം നൈറ്റിലാണ് ആൾക്കാർ കൂടുതൽ. ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഡ്രാഗൺ ട്രെയിനിലാണ്. അമ്മയ്ക്ക് ഡ്രാഗൺ ട്രെയിനിൽ കയറാൻ മോഹം. അമ്മ ഡാഡിനെ വിളിച്ച് ഡാഡിനോ പറഞ്ഞ്. പിന്നെ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ കൊണ്ട് കയറ്റി. പിന്നെ പിള്ളേരെന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ സഹായിച്ചു കൊടുക്കണ്ടേ? വണ്ടി കയറി നമ്മൾ താഴോട്ടാണ് നോക്കണത്. എങ്ങനെ ഓടണമെന്നാവും തോന്നണോ? അമ്മ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അമ്മയുടെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാനും എക്സൈറ്റഡ് ആയി. എനിക്കിതിൽ റൈഡ് ചെയ്തപ്പോൾ മറ്റേ CID മൂസിലെ ക്ലൈമാക്സ് സീനില്ലേ, അതാണ് ഓർമ്മ വന്നത്. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. സംഭവം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടാ, നൈസാണ്. ഇതിൻ്റെ കയറ്റവർക്കൊക്കെ സാധാ ഒരു ട്രെയിനിലിരിക്കുന്ന പോലെയാണെങ്കിലും ചെറിയ വളവും തിരുമ്പ് വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ നിങ്ങൾ കാണില്ലേ ഗൈസ് എൻ്റെ അമ്മയുടെ മുഖത്ത് ആ സന്തോഷം. സംഭവം 80 രൂപയ്ക്ക് വർത്താണെന്ന് ചോദിച്ചാൽ വർത്താണോ? ഏകദേശം ഒരു 5-6 ലാപ്സ് കിട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വഞ്ചിയിൽ അവിടേക്കും തൊട്ടിൻ്റെ അവിടേക്കും പോയി. അവിടെ ആണെങ്കിലോ പൂര തിരക്ക്. വഞ്ചിയിൽ കയറാൻ ഇന്ന് എനിക്ക് കൂട്ടുകാരില്ലാത്ത കാരണം നാളെ പിള്ളേരായിട്ട് വന്ന് കയറാമെന്ന് വെച്ചു. പിന്നെ തൊട്ടിയിൽ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കയറി ചേട്ടൻ്റെ കൂടെ വന്ന് കയറി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ.